വിരലുകളൊന്നും ഫീൽ ചെയ്യത്തില്ല. ആദ്യം എനിക്ക് മുട്ടിന് താഴോട്ട് ബ്ലൂ കളറായി പോയത്, ഒന്നും ഫീൽ ചെയ്യത്തില്ലായിരുന്നു. ചെരുപ്പ് ഊരിപ്പോയാലൊന്നും അറിയത്തില്ല, കാല് മുറിഞ്ഞാൽ അറിയത്തില്ല, അങ്ങനെയായിരുന്നു. ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിപ്പം ഒരു തണുപ്പ് ഫീൽ ചെയ്ത് നിൽക്കുമ്പോൾ അറിയാം, ചെരുപ്പെ ടച്ച് ചെയ്യുന്ന എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, മറ്റേ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഗ്ലോറി ഓഫ് ഗോഡ്, ദ പ്രസൻസ് ഓഫ് ഗോഡിനകത്ത് ഒന്നിനും നിൽക്കാൻ പറ്റത്തില്ല. യേശുവിലൂടെയാണ് രക്ഷയെന്ന് വിശ്വസിക്കുന്നുണ്ട് അല്ലേ? കാണാൻ മേലല്ലോ. അത് വിശ്വസിച്ചെങ്കിൽ കാണാവുന്നത് അതിനേക്കാൾ എളുപ്പമാണ്. സൗഖ്യം, അടിപ്പിണറുകൾ സൗഖ്യമായി. അതാ ഇപ്പം നടന്നത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ഗ്ലോറിയ ഇറങ്ങി. അതുകൊണ്ടാണ് ഇപ്പം ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ആ മിറക്കിൾ കണ്ടത്. എന്നായിരുന്നു ഇവിടെ വന്നപ്പോൾ ഉള്ള പ്രയാസം എന്നായിരുന്നു? വന്നപ്പോൾ എനിക്ക് വിരലുകളൊന്നും ഫീൽ ചെയ്യത്തില്ല. ആദ്യം എനിക്ക് മുട്ടിന് താഴോട്ട് ബ്ലൂ കളറായി പോയത്, ഒന്നും ഫീൽ ചെയ്യത്തില്ലായിരുന്നു. പിന്നെ കുറച്ചാൾ ഫിസിയോ ചെയ്തു, പിന്നെ എന്നെ ചെയ്തില്ല. ഒരാണ് ഇവിടെ വന്നപ്പം തോമസോട്ട് വേറെ പ്രാർത്ഥിച്ചായിരുന്നു, എന്നോട് നടക്കാനൊക്കെ പറഞ്ഞാൽ. അതിനുശേഷം മുട്ടിന് താഴോട്ടുള്ള കുഴപ്പം എനിക്ക് മാറി, പക്ഷെ വിരലുകൾ അറിയുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം ബ്രദർ പ്രാർത്ഥിച്ച ചെരുപ്പ് ഊരിപ്പോയാലൊന്നും അറിയത്തില്ല, കാല് മുറിഞ്ഞാൽ അറിയത്തില്ല, അങ്ങനെയായിരുന്നു. ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിപ്പം ഒരു തണുപ്പ് ഫീൽ ചെയ്ത് എനിക്ക് ഷിവറിങ് ഇപ്പോഴും നിന്നിട്ടില്ല. എനിക്ക് വിരലുകൾ അറിയാം, കാലിൻ്റെ വിരലുകളൊന്നും ഫീൽ ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ നിൽക്കുമ്പോൾ അറിയാം, ചെരുപ്പെ ടച്ച് ചെയ്യുന്ന എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, മറ്റേ എനിക്ക് അറിയത്തില്ലായിരുന്നു, മൊത്തം മരവിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ചെരുപ്പിൽ എല്ലാ വിരലും ടച്ച് ചെയ്യുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേ ഞാൻ നോക്കണം, എൻ്റെ ചെരുപ്പുണ്ടോ കാലിൽ ഞാൻ നോക്കണം, അല്ലാതെ എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം അറിയാം.